എനിക്ക് 22,000 വോട്ട് ഭൂരിപക്ഷം. അപ്പൊ മനസ്സിലായല്ലോ ഞാനും കൂടി പിന്തുണച്ചോണ്ടാണ് ജയിച്ചെന്നുള്ള ഇനിമേൽ തെളിവും വേണം. അപ്പൊ വിനയം, സ്നേഹം ഒക്കെ മടങ്ങി വരണം. രാഷ്ട്രീയമായിട്ടൊക്കെ എതിർക്കും. CPM-നെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. CPM-ന്റെ ആശയത്തെ അല്ല, CPM-ന്റെ ആശയം CPM-ന്റെ അല്ല, മാർക്സും എംഗൽസും കണ്ടുപിടിച്ചത്. ഇവരാരും കണ്ടുപിടിച്ചല്ല, മാർക്സും എംഗൽസും കണ്ടുപിടിച്ചത്. ജവഹർലാൽ നെഹ്റു പോലും മാർക്സത്തെ പുകഴ്ത്തിയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരച്ഛൻ പകർക്കയറ്റ കത്തുകൾ പലതരം അദ്ദേഹം മാർക്സത്തിന്റെ മകനികത ഇന്ദിരാഗാന്ധിയോട് കുട്ടിക്കാലത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഒരു സെക്കുലർ ബോധം ഉണ്ടായി. റഷ്യയായിരുന്നു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം. മാർക്സിസം മഹത്തായ ഒരു ആശയമാണ്, ആശയത്തെയാണ് സ്നേഹിക്കുന്നത്. അതിന്റെ പാർട്ടിയാണെന്ന് വെച്ചിട്ടാണ് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അതിന് മെമ്പറായത്. അതാണ് 63 വർഷം എന്ന് പറയുന്നത്. 14-ാമത്തെ വയസ്സ് പാർട്ടി ചേർന്നതാണ്. മനസ്സിലായില്ലേ? ആരോടും ഒരു പദവിയും ചോദിച്ചു വാങ്ങിയിട്ടില്ല, ഒരു കാലത്തും വാങ്ങിയിട്ടില്ല, ഒരു ഗവൺമെന്റിനോടും ചോദിച്ചില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായവും കാര്യവും നോക്കുമ്പോൾ CPM-ന് ആലപ്പുഴയിൽ എന്നെ ഒഴിവാക്കാൻ പറ്റുന്നത്, ഐസക്കിനെ എടുക്കുമ്പോൾ എന്നെ ഒഴിവാക്കാൻ പറ്റുമോ? ഐസക്ക് താഴെയൊന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം ഒരു റിസർച്ചൊക്കെ നടത്തിയ ആളാണ്. അപ്പൊ സ്വാഭാവികമായും ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമല്ലേ ഉണ്ടായത്? കഴിഞ്ഞ ഗവൺമെന്റ് വന്നത് അതിന്റെയൊക്കെ ഭയങ്കര റോഡും പാലമെല്ലാം കണ്ടതുകൊണ്ട് കൂടിയല്ലേ ഗവൺമെന്റ് വന്നത്. ഇപ്പൊ എന്താ ഗവൺമെന്റ് വരാത്തത്? ഞങ്ങളാലോചിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ UDF ഇവിടെ നടന്ന കൊള്ളരായ്മകൾ ശരിക്കും പ്രചരിപ്പിച്ചു, ശരിക്കും അവർ പ്രയോജനപ്പെടുത്തി, അവർ ഒറ്റക്കെട്ടായി നിന്നു. അങ്ങനെയാണ് 104 സീറ്റെന്ന ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. UDF ഇനിയും കോൺഗ്രസ് പ്രത്യേകിച്ച് നല്ല നിലയിൽ പ്രവർത്തിച്ചാൽ അടുത്ത തവണയും വരും, യാതൊരു സംശയവും വേണ്ട. ഇത് കൈയടിച്ചാൽ പോരാ, പ്രവർത്തിക്കണം. അത് പറഞ്ഞു, പ്രവർത്തിക്കണം എന്നുള്ള അടിവരായിട്ട് പറയുകയാണ്. ജനങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കണം. മാവോയിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജലത്തിൽ നീന്തുന്ന മത്സ്യത്തെ പോലെയാണ്. ജലത്തിലൊരു മത്സ്യം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെയാണ് ജനങ്ങളാകുന്ന സാഗരത്തിൽ അവനിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും രാഷ്ട്രീയ പ്രവർത്തകൻ. നമ്മളാളും മറ്റേയാളും ഒന്നുമില്ല, ജനങ്ങളെല്ലാം നമ്മുടേതാണ്. പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അമ്മയും പെങ്ങളെയും ചീത്ത പറഞ്ഞു, അനാവശ്യം പറഞ്ഞു ഒക്കെ തന്തയ്ക്ക് പറഞ്ഞു, ഒന്നും രക്ഷപ്പെടത്തില്ല. തന്തയില്ലാതെ ഒരാൾ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. ഈ ലോക ചരിത്രത്തിൽ അച്ഛനില്ലാതെ ഒരു കുട്ടി ജനിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വന്തം അച്ഛനെ പറ്റി ബഹുമാനമുള്ളവരാരും മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിക്കരുത്. അവർ എന്ത് വിളിച്ചാലും സഹിക്കാം, അത് മാത്രമേ നമുക്ക് സഹിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയ വളരെ സന്തോഷം. ഈ പാലത്തറയോട് ഇപ്പോ MLA-യുടെ കൂടെയുള്ള ഒരാൾ 9 കോടി രൂപ ചോദിച്ചു. അദ്ദേഹമല്ല, കൂടെയുള്ള ഒരാൾ. ഇപ്പൊ അന്ന് കൂടെയില്ല, 9 കോടി അയാൾ കൊടുക്കത്തില്ല, അയാളുടെ പൈസ. എന്താ ചെയ്തത്? ഇവിടുത്തെ SMC ചെയർമാന്റെ നേതൃത്വത്തിൽ 7-8 പേരെ ഈ പുന്നപ്ര സൌത്ത് പഞ്ചായത്തിലെ തെക്കേയറ്റത്ത് കിഴക്ക് പടിഞ്ഞാറുള്ള റോഡുണ്ട്. ആ റോഡിൽ കിഴക്കേയറ്റം ഒരു വീട്ടിൽ അവരെല്ലാവരും കൂടെ വൈകിട്ടെന്ന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ പണി കഴിഞ്ഞാൽ ഇവരുടെ വാന് ചെറിയ ബിലി ലോറി വരുന്നു, ജീവനക്കാർ അതൊക്കെ തല്ലിക്കൊണ്ടിച്ചു. ആ ഡ്രൈവറെ അടിച്ചു. ഈ പൈസ കൊടുക്കാൻ വിരോധമാണ്. അയാൾ പോലീസ് സ്റ്റേഷൻ കൊടുത്ത് കേസ് കൊടുത്തു. ഇവരെല്ലാം കൺട്രോൾ ചെയ്ത് നേതാവ് പോയി FIR വാങ്ങി കീറിയേക്കണം. SI നോക്കിക്കൊണ്ട് നിന്നു FIR കീറിക്കളയുന്നു. 9 FIR കീറിക്കളഞ്ഞു. പ്രസാദൂട്ടയുടെ പേരിൽ 9 FIR. അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്ത് ഓഫീസ് കയറി അടിച്ച FIR കീറിയില്ലേ? നോർത്ത് പഞ്ചായത്ത് കയറി അക്രമം കാണിച്ചതിന് FIR കീറിയില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ FIR കീറിയില്ലേ? ഒരു ഭാര്യയും ഭർത്താവും കൂടി സ്കൂട്ടറിൽ വരുന്നു. ഈ പറയുന്ന SMC ചെയർമാൻ പുറകെ കാറിൽ പരുവക്കേടായിട്ട് വരുന്നു. കാറ് കൊണ്ടുവന്ന് ഇവരുടെ സ്കൂട്ടറിൽ അടിച്ച് അവരുടെ എണ്ണ താഴെ. പോലീസ് വന്ന് ഇവരുടെ കാറും പിടിച്ചോണ്ട് പോയി. ഇവിടെ സ്കൂട്ടറും പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. കുറെ നേരം കഴിഞ്ഞപ്പോ കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ നേതാവ് ഇടപെട്ട് അവരെയും പിടിച്ചു. വേറൊരു നേതാവ് ഒന്ന് കാറും എടുത്തോണ്ട് പോയി. ഇതൊക്കെ ഇവിടെ നടന്ന കാര്യമല്ലേ? സാധാരണഗതിയിൽ നല്ലൊരു ആളായി വളർന്നു വരേണ്ട ഈ SMC ചെയർമാനെ ഇങ്ങനാക്കിയതാരാ? ഈ ക്രിമിനൽ പൊളിറ്റീഷ്യൻസ്. ഇതാണ് ക്രിമിനൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഞാനെന്താ പറയുന്നത്? കാരണം വെറും ക്രിമിനലല്ല, രാഷ്ട്രീയത്തിന്റെ തടലിൽ ക്രിമിനലിസം കാണിക്കും. അതിന് രാഷ്ട്രീയത്തിന്റെ മറ കിട്ടും.
അത് ജനങ്ങൾ അംഗീകരിക്കില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് വേണ്ട. ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമുക്ക് ആശയപരമായി നേരിടാം. ആശയപരമായി നേരിടുമ്പോഴും മൂർഷ ആശയം വെച്ച് ഞാൻ സംസാരിക്കില്ല. ഞാൻ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും വർഗരാഷ്ട്രീയം വെച്ചേ സംസാരിക്കുള്ളൂ. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം സ്പന്ദിക്കുന്നത് എന്ന് പറഞ്ഞാലാണ് മഹാത്മാഗാന്ധി, കോൺഗ്രസ് നേതാവ്. അതായത് കൃഷിക്കാരുടെ ഹൃദയമാണ് സ്പന്ദിക്കുന്നത്. ഇന്ത്യയിലെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രസ്ഥാനം കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോഴുമാണ്. പാർലമെന്റ് 100 സീറ്റേ ഉള്ളെങ്കിലും കൃഷിക്കാരുടെ പ്രസ്ഥാനമാണത്. കൃഷിക്കാർക്ക് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ്. ഏക മതനിരപേക്ഷ പ്രസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള ഏക മതനിരപേക്ഷ പ്രസ്ഥാനം CPM മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. പക്ഷെ സ്വാധീനമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. ആകെ 3 സ്റ്റേറ്റിലേ ഉള്ളൂ 6 സീറ്റ്. വേറെ ഒന്നുമില്ല. എങ്ങനെ സംഭവിച്ചത്? 42 പാർലമെന്റ് സീറ്റിൽ 36 പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷമായിരുന്നില്ലേ? കോൺഗ്രസിന് 1-2, ത്രിപുരയിൽ 2-2. 52 മുതൽ 2014 വരെയുള്ള ഇലക്ഷനിൽ 2 പാർലമെന്റ് സീറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആദ്യം ഒന്നായിരുന്ന പാർട്ടി, പിന്നെ CPM. ഒറ്റ സീറ്റുമില്ല. ഇപ്പൊ BJP കൊണ്ടുപോയിട്ടുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ അഖിലേന്ത്യാ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പോയാൽ ഒരു ഇലക്ഷനോടെ കഴിഞ്ഞാൽ പാർട്ടിയുടെ അംഗീകാരം പോയി, കൊടിയും മടിയെല്ലാം അങ്ങ് പോത്തില്ലയോ? ചിഹ്നമൊക്കെ അങ്ങ് പോവില്ലയോ? പറ. ഇതേപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങളൊക്കെ ഇവിടെ കോൺഗ്രസുകാർ പോലും അങ്ങനെ സംഭവിക്കരുതെന്ന് ചിന്തിക്കുന്നപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കണം. ഞങ്ങളിത് ശരിപ്പെടുത്തുകയാണെന്ന് എന്ന് പറഞ്ഞു കിടക്കുന്ന അമ്പലപ്പുഴ ഏരിയയിലെ ഷാബ്ജിമാരെ, നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ ഒരുപാട് എന്നെ നാക്കിറക്കണം, ആണിയടിക്കണം. ആണിയടിച്ചു കൊന്നത് യേശുക്രിസ്തുവിനെയാണ്. ഞാൻ യേശുക്രിസ്തു ഒന്നുമല്ല. യേശുക്രിസ്തുവിന്റെ പാദം കഴുകി വെള്ളം കുടിക്കാനുള്ള കഴിവേ എനിക്കുള്ളൂ. അപ്പോ നിങ്ങൾ പറഞ്ഞു എന്റെ നാക്കിൽ ആണി. നാക്കാണ് എന്റെ ബലം. എനിക്കാണ് പൊക്കമില്ല. അല്ലേ? ഇല്ല. പൊക്കമുള്ളവരുടെ മുമ്പ് നിൽക്കുമ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്നു. അതാണ് അവന് പൊക്കമില്ലാത്തവരെ അന്വേഷിച്ച് കിടക്കാൻ ഞാൻ. മനസ്സിലായല്ലേ? എന്റെ നാക്കിൽ ആണി അടിക്കണം. പരിഷ്കൃത ലോകത്തിൽ പറയുകയാണ്. ഇത് കാണൻ നിയമമല്ലേ? പല്ലിന് പല്ലേ, കണ്ണിന് കണ്ണേ എന്നൊരു നീതിന്യായം ഉണ്ടായിരുന്നു ഇരുണ്ട കാലഘട്ടത്തിൽ, മധ്യനൂറ്റാണ്ടിൽ. കണ്ണിന് കണ്ണേ, പല്ലിന് പല്ലേ. ഈ 21-ാം നൂറ്റാണ്ടിൽ CPM-ന്റെ സെക്രട്ടറി പറയുകയാണ് ആണി അടിക്കുന്നത് നാക്കിന്. അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിൽ റാണി ഫാക്ടറി ഉണ്ടോ? ഇതിൽ മാത്രം ആണി അടിക്കാൻ. അവിടെ റാണി ഫാക്ടറി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അത് പ്രവർത്തിക്കുന്നില്ല. നമ്മളോട് നാണമില്ല. സെക്രട്ടറി സ്ഥാനത്ത് മാറ്റണ്ടേ? ഈ പാർട്ടിയിൽ ആരെങ്കിലും ചേരുവോ? ആരെങ്കിലും? ഞാൻ ഒരുപാട് സ്ത്രീകൾ വന്നിരിക്കുന്നു ഈ സമ്മേളനത്തിൽ, വളരെ സന്തോഷകരമാണ്. ആരെങ്കിലും ചേരുവോ? എനിക്കെതിരായി ഇതൊരു ഭയങ്കര പ്രകടനം. 98 പേരുണ്ടായിരുന്നു. 98 പേരെ വെച്ചോണ്ട് 3.5 മണിക്കൂർ മുൻ MLA, മുൻ ഏരിയ സെക്രട്ടറി മാറി മാറി പ്രസംഗം തെറിയും ചീത്തയൊക്കെ പറയുകയാണ്. കേട്ടവരെല്ലാം ഇനി ഒരിക്കലും അവർക്ക് വോട്ട് ചെയ്യത്തില്ല എന്ന് തൂക്കുളത്താർ മുഴുവൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചാൽ മതി, ഇല്ലേ?